തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ സിപിഎമ്മിന്റെ അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ച നടപടിക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായനികുതി വകുപ്പിന് രേഖകൾ കൈമാറുകയും ചെയ്യുന്ന പാർട്ടിയാണ് സിപിഎം. ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് 2-ന് പണം ചെലവഴിച്ചു. എന്നാൽ മാർച്ച് 5-ന് ബാങ്കിൽ പരിശോധന നടത്തിയ ആദായനികുതി ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി അക്കൗണ്ട് മരവിപ്പിച്ചുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായ നികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM. 30 വർഷക്കാലമായി ഈ അക്കൗണ്ടിൻ്റെ അവിടെ ഇപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമല്ല. ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് 2-ാം തീയതി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു. എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും പ്രസ്തുത അക്കൗണ്ട് തുടർന്നുള്ള ഇടപാടുകളിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് എന്നും പറയണ്ടേ. എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാക്കരുത് എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ നിലപാട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക?